Hello guys, welcome back to the video. So, in this video, we will 20,000 rupees in the 5 best smartphones. So, video like button number, this tech videos and channel subscribe to side the bell icon press the all video should like here. Apo code video. So, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ് സാംസങ് ഗാലക്സി M35 5G. സോ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട്ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്, 1000 nitsൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിൻ്റെ 1380 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത് കൊള്ളാം. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, NFC-യുടെ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ടാപ്പ് ആൻഡ് പേ പരിപാടിയൊക്കെ നടക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X plus UFS 2.2 ആണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6 plus 128GB ROM വേരിയന്റ് 14,999 rupees വരുന്നത്. സോ 15,000 rupeesന് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺ ആണ്, ഒരു സാംസങ്ങിന്റെ സ്മാർട്ട്ഫോൺ ആണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ X6 Pro. സോ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട്ഫോണാണ് നമ്മുടെ പോക്കോയുടെ X6 Pro. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ്, HDR10+ൻ്റെ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8300 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഈ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8 plus 256GB ROM വേരിയന്റ് 20,999 rupeesനാണ് വരുന്നത്. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ 20,000 rupeesലായിരിക്കില്ല, കൂടാനും സാധ്യതയുണ്ട്. അപ്പം നോക്കിയിട്ട് വാങ്ങുക. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു പോക്കോ X6 Pro 5G. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇതാണ്. യെസ്, നമ്മുടെ നത്തിങ് ഫോൺ 2A. സോ ഒരു നോർമൽ പെർഫോമൻസ് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, ഒരു ക്ലീൻ UI വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ബെസൽസ് ഒക്കെ കുറഞ്ഞ സ്മാർട്ട് ഫോണാണ്. ബാക്കിൽ ഒരു ലൈറ്റ് എത്തും പരിപാടിയുള്ള സ്മാർട്ട് ഫോണാണ്. യെസ്, ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 30 to 120 Hz വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ 1300 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7200 Pro ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിംഗ് ആണ്. പിന്നെ ബോക്സിനകത്ത് ചാർജറൊന്നുമില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങണം. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. IP54 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8 plus 128GB ROM വേരിയന്റ് 21,175 rupeesനാണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി, ഒരു നോർമൽ പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ലുക്കൊക്കെ ഉള്ള സ്മാർട്ട് ഫോണാണ്. കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു 20,000 rupeesൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടൊന്നും തോന്നില്ല. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ Z9s. സോ ഈ ഒരു 20,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ്, 1800 nitsൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7300 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ 8 plus 128GB ROM വേരിയന്റ് 19,999 rupeesനാണ് വരുന്നത്. സോ 20,000 rupeesന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് 20,000 rupeesന് കുറച്ചും കൂടെ മേലോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ iQ Z9s Proയും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ Snapdragonൻ്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് കിട്ടും.
പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ iQOO12 ഒക്കെ ഒരു ലുക്കാണ് തോന്നുന്നത്. ഞാൻ രണ്ട് സൈഡിലും ആ ഫോൺ ഇട്ടേക്കാം, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയൻറ്റ് 22,999 rupees വരുന്നത്. സോ 23,000 rupees പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ലുക്കുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ 20,000 rupees മേലോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്, നമ്മുടെ iQOO Z9 S Pro. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും മോട്ടോ H50 Fusion. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 inches Full HD+ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. 1600 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 2 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 13 MP ഒരു വൈഡ് ആംഗിളും 32 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത് കൊള്ളാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 68 watts ടർബോ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും അവർ തരുന്നുണ്ട്. പിന്നെ IP68 വരുന്നത്, കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ ഒപ്റ്റിക്കൽ ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 21,999 rupees വരുന്നത്. സോ 22,000 rupees ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. സോ ബഡ്ജറ്റ് ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ iQOO Z9 S Proയോ ഈ ഒരു മോട്ടോ H50 Fusionോ ഒക്കെ നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മോട്ടോ H50 Neoയും ഒരു നല്ല ചോയ്സ് ആണ്. ഇതിൻ്റെ 8+ 128GB ROM വേരിയന്റ് 21,790 rupees വരുന്നത്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ ഇതൊക്കെയാണ് 20,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൈഡിൽ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.